ഇതിൽ തെരഞ്ഞെടുപ്പും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയായിട്ട് കൂട്ടിക്കുഴച്ച് ചർച്ച ചെയ്യരുതെന്നാണ് എനിക്ക് ആദ്യമേ മുമ്പിൽ വയ്ക്കാനുള്ള അഭ്യർത്ഥന. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും താങ്കളും നമ്മുടെ പൂർവികന്മാരുമൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്നവർ, ഞാനതാണ് 500 വർഷമെന്ന് പറഞ്ഞത്, അന്ന് മുതൽ തന്നെ ജനമനസ്സുകളിൽ ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ജനുവരി 22-ാം തീയതി വരാൻ പോകുന്ന അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ വിളക്ക് തെളിയണമെന്നുള്ളത്. ഇപ്പോൾ അന്നൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതൊന്നുമില്ലായിരുന്നു. അന്ന് മുതലേ ഉണ്ടായിരുന്നൊരാവശ്യം വ്യത്യസ്ത ഘടകങ്ങളിലൂടെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നത നീതിപീഠവും അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഇസ്ലാമിക ക്രൈസ്തവ ജനവിഭാഗങ്ങൾ, ഹൈന്ദവർ, ഒരു മതവും ഒരു ജാതിയും ഇല്ലാത്തവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് അയോധ്യ മാറുന്നു. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. അത് നടത്തുന്നത് ശ്രീരാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ശ്രീരാമക്ഷേത്രം മാത്രമല്ല, തൊട്ടടുത്ത് തന്നെ അവിടെ കോടതി അനുവദിച്ച് നൽകിയ സ്ഥലത്ത്, കോടതി ഉത്തരവ് പ്രകാരം ലഭിച്ച സ്ഥലത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളോട് കൂടിയുള്ള ഒരു ഇസ്ലാമിക ആരാധനാലയം കൂടി എത്രയും പെട്ടെന്ന് തന്നെ പണിത് ആകണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ലോകം സമാധാനം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് മാതൃകയായിട്ട് വരാൻ പോകുന്നതാണ് ശ്രീരാമക്ഷേത്രം. സ്വാഭാവികമായും പണിയൊക്കെ പൂർത്തിയായപ്പോഴേക്കും ജനുവരിയിലായിപ്പോയി എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. വളരെ സമവായത്തോടെ, സ്നേഹത്തോടെ, സമന്വയത്തോടെ ആ ചടങ്ങ് നടക്കും. ലോകം തന്നെ അതിനെ വളരെ ആദരവോടെ കാണുന്ന നാളുകളിലേക്കാണ് നമ്മൾ. ആ ചടങ്ങ് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ചടങ്ങിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ശ്രീ വി രാജേഷ് കുറച്ച് കാണാൻ കഴിയില്ല. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സമ്മർദ്ദം നോക്കൂ. ഈ ചടങ്ങിന് കോൺഗ്രസിന്റെ നേതാക്കൾ വരുന്നില്ല എന്ന് വിചാരിക്കുക, ഉടനെ കോൺഗ്രസ് രാമനെതിരാണ്, കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന നിലയിൽ വലിയ തോതിലുള്ള പ്രശ്നം അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടാകും. അത് അവരെ ദോഷകരമായി ബാധിക്കും. ഇനിയിപ്പോ കോൺഗ്രസ് വന്നാൽ, ഇവിടെ CPM അടക്കമുള്ള കക്ഷികൾ കണ്ടില്ലേ, കോൺഗ്രസ് ഹിന്ദുത്വയായി എന്ന നിലപാട് സ്വീകരിക്കും. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ടൈറ്റ് റോപ്പ് വാക്കാണ്. ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ശരി, ഈ ഒരു കാര്യവും നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ഒരു കാര്യവും ഉപയോഗിക്കില്ല, ഇനി കോൺഗ്രസോ മറ്റു പാർട്ടികളോ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, പ്രധാനമന്ത്രിയോട് പോകും, ഞങ്ങളുടെ നേതാക്കളും പോയി നടക്കും, അല്ലാണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയില്ല എന്നൊരു നിലപാട് BJP ക്കുണ്ടോ? ഇല്ലല്ലോ. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്കും വിമർശനത്തിനും വ്യാഖ്യാനത്തിനും പ്രസംഗത്തിനും ഒക്കെ തന്നെ വേദിയാവും. ഒരു ഉറപ്പും അക്കാര്യത്തിലൊന്നും ആർക്കും ഒരു വിഷയത്തിൽ ആർക്കും നൽകാൻ സാധിക്കില്ല. എനിക്ക് മാത്രമല്ല, ഈ രാജ്യത്തുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്ക് നൽകാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് 22-ാം തീയതി നടക്കുന്ന അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് ആ ചടങ്ങുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു. മോസ്റ്റ് വെൽക്കം. ഞാൻ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത് വരാൻ ഇനി സമയമുണ്ടല്ലോ ആ വിഷയം. കാരണം നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു മാതൃകയാക്കി, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തന്നെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സമന്വയത്തിൻ്റെയും സമവായത്തിൻ്റെയും, ഇതുപോലെ തന്നെ ആ മുസ്ലിം പള്ളി അവിടെ പണി പൂർത്തിയാകുമ്പോഴേക്കും മുഴുവൻ പേരും കൂടെ ചേർന്നുകൊണ്ട് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നിലപാട് സ്വീകരിക്കണം. അങ്ങനെ ഒരു നമുക്ക് വിയോജിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ നമുക്ക് വിയോജിക്കാം. പക്ഷേ രാഷ്ട്രം ഒന്നടങ്കം പരമോന്നത നീതിപീഠത്തിൻ്റെ കൂടി ചിന്തയുടെ അടിസ്ഥാനത്തിൽ വരുമ്പോഴേക്കും ഈ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ ഒരു മുന്നേറ്റത്തിന് ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ